ഹായ്, 10 മിനിറ്റിൽ ഒരു സൂപ്പർ ചിക്കൻ കറി ആയാലോ? എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പും ചേർക്കാം. ശേഷം കൈ വെച്ച് നന്നായി യോജിപ്പിക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുക്കറിലേക്ക് മാറ്റാം. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് പെരിഞ്ജീരകവും കുരുമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അത് അരഞ്ഞതിന് ശേഷം തക്കാളിയും അതുപോലെ അരച്ചെടുക്കാം. ഇനി ഇതൊക്കെ മാറ്റിവെച്ച് വലിയൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നീളനെ അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വാടി വരുമ്പോൾ മുമ്പ് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിക്കാം. എല്ലാം യോജിച്ച് വരുമ്പോഴേക്കും പൊടികൾ എടുത്ത് വെക്കാം. പൊടികളായി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്നിവയാണ്. അതെല്ലാം നമുക്ക് വഴന്നു വരുന്ന ഉള്ളിയിലേക്ക് ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും കുക്കറിൽ വേവിക്കാൻ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില കൂടെ തൂകി സെർവ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റിലെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യാൻ ആരും മറക്കരുത്.